വലിയ സുനാമിയോ ഭൂകമ്പമോ സംഭവിക്കുമെന്നുള്ള പരിഭ്രാന്തതയിലോടുകയാണ് ജപ്പാനിലെ ജനങ്ങൾ. ജപ്പാനിലെ മെറ്റീരിയോളജിക്കൽ അസോസിയേഷൻ ജപ്പാനിൽ മെഗാ ക്വയ്ക്ക് അഡ്വൈസറി പുറത്തുവിട്ടിരിക്കുകയാണ്. 2011 ടൊഹോക്കു എന്ന ഭൂകമ്പം ജപ്പാനിലെ 561 കിലോമീറ്റർ ദൂരത്തേക്ക് 128 അടി ഉയരത്തിൽ അടിച്ചുകയറി 7,25,000 വരുന്ന വീടുകളും 19,747 ആളുകളെയും ഈ സുനാമി വിഴുങ്ങി. ഇതുപോലൊരു സുനാമിയാണോ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇനി ജപ്പാനെ തന്നെ ഈ സുനാമി തുടച്ചു നീക്കുമോ? ആഗസ്റ്റ് 8 തീയതി 2024 വ്യാഴാഴ്ച ജപ്പാനിന്റെ സൗത്ത് സൈഡിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. പരിക്കുകളൊന്നുമില്ലാതെ ആളുകൾ രക്ഷപ്പെട്ടു എങ്കിലും ഈ എർത്ത് ക്വയ്ക്ക് ജപ്പാനിനെ മൊത്തം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. 2011 ഇതുപോലെ ഒരു എർത്ത് ക്വയ്ക്കിന്റെ ഫലമായിട്ടാണ് 7 ലക്ഷത്തോളം വരുന്ന വീടുകളെ സുനാമി അടിച്ചു തകർത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഭൂകമ്പത്തിൽ റിക്ടർ സ്കെയിലിൽ 7.1 ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു മെഗാ ക്വയ്ക്ക് അഡ്വൈസറി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത്